നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇനിയും ഋതിക മാഡത്തിനെ കാത്തു നിന്നിട്ട് പ്രയോജനമുണ്ടെന്ന് തോന്നില്ല. ഋതിക മാഡം നിശ്ചയത്തിന് സമ്മതമല്ല എന്ന് പറഞ്ഞത് വർമ്മ സാറിനോട് പറയുന്നതാ നല്ലതെന്ന് തോന്നുന്നു. ഇതായിരിക്കും ഇപ്പോഴത്തെ എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം. അതെ, അതാണ് ശരി. എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ലെങ്കിലും എന്റെ അച്ഛന്റെ തീരുമാനം ഞാൻ അനുസരിക്കണം. അച്ഛന്റെ സന്തോഷം അതല്ലേ എനിക്ക് വലുത്. എന്റെ വിവാഹം നടക്കണമെന്നല്ലേ അച്ഛൻ ആഗ്രഹിക്കുന്നത്? അതല്ലേ അച്ഛന്റെ സന്തോഷം. അച്ഛന്റെ തീരുമാനത്തിന് ഈ മകള് എതിര് നിൽക്കുന്നില്ല. അച്ഛൻ തീരുമാനിച്ചുറപ്പിച്ച എൻഗേജ്മെന്റിന് ഋതികയ്ക്കും സമ്മതമാണ്. രമ്യ, അണിഞ്ഞൊരുങ്ങിയത് എങ്ങോട്ടാ? വലിയ സന്തോഷത്തിലാണല്ലോ നീ. അതെ, ഞാൻ നല്ല സന്തോഷത്തിലാ. നമ്മുടെ ഋതികയില്ലേ, മന്ത്രിയുടെ മോള്, ആളുടെ വിവാഹ നിശ്ചയെന്ന്. ഓ, അങ്ങോട്ട് പോവാ. അല്ല, ആ പെണ്ണ് നിന്റെ ആജന്മ ശത്രുവല്ലേ, പിന്നെ എന്തിനാ അവളുടെ നിശ്ചയത്തിന് പോകുന്നേ? അവളെന്നോ? ദേ, ഋതിക ഒരു മന്ത്രിയുടെ മകളല്ലേ. കുറച്ച് മര്യാദയൊക്കെ സംസാരത്തിലാവാം കേട്ടോ. ഡേ രമ്യ, നീ തന്നെയാണീ സംസാരിക്കുന്നേ? നിനക്ക് എന്താ പറ്റിയേ? നിങ്ങൾ കീരിയും പാമ്പും ആയിരുന്നല്ലോ, ഇപ്പൊ എന്താ ഒരു മാറ്റം? ആ, അതൊക്കെ മാറി. ഋതികേ ഇപ്പൊ എന്റെ നല്ലൊരു ഫ്രണ്ടാ. അതായിരിക്കും ഇപ്പൊ നമ്മളെ ഒന്ന് ഫോണിൽ പോലും വിളിക്കാത്തത്. രാജുവിനെ ഒന്ന് വളയ്ക്കാനേ നിന്നോടൊക്കെ എന്നെ എത്ര തവണ ഐഡിയ ചോദിച്ചു. എന്തെങ്കിലും നടന്നോ ഇതുവരെ? നിങ്ങളെ നോക്കിക്കോ, എന്റെ ആഗ്രഹം ഞാൻ ഋതികയോട് പറയും. പിന്നെ ഋതികയെ രാജുവേ നല്ല ഫ്രണ്ട്സാ. ഋതിക പറഞ്ഞാലേ രാജു എന്നോട് നോ പറയില്ല. നമുക്ക് കാണാം. ആ, കാണാം. എങ്കി ഞാൻ ആയിക്കോട്ടെ. അവളുടെ കൂടെ ഇവിടെ നിങ്ങളോടെ സംസാരിച്ചു നിന്നാലേ ഋതികയുടെ വീട്ടിലെത്തുമ്പോ ലേറ്റ് ആവും. ഓ, എന്തൊരു മാറ്റം ഇത്! അവളുടെ ഒരു ജാട കണ്ടില്ലേ? നീ വാ, നമുക്ക് വാ. ഇനിയും ഋതിക മാഡത്തിനെ കാത്തു നിന്നിട്ട് പ്രയോജനമുണ്ടെന്ന് തോന്നില്ല. ഋതിക മാഡം നിശ്ചയത്തിന് സമ്മതമല്ല എന്ന് പറഞ്ഞത് വർമ്മ സാറിനോട് പറയുന്നതാ നല്ലതെന്ന് തോന്നുന്നു. എക്സ്ക്യൂസ് മീ. എന്താ രാജു? സാർ, അത് എനിക്ക് സാറിനോടൊരു കാര്യം. എന്താ രാജു, നീ എന്താ വല്ലാതിരിക്കുന്നേ? സാർ, അത് ഋതുശേഷി വന്നല്ലോ. രാജു, നീ എന്താ പറയണമെന്ന് പറഞ്ഞേ? ഏയ്, ഒന്നുമില്ല സാർ. വാ മോളെ.
രാജു, സർ. ഫിനാൻസ് മിനിസ്റ്ററിന് ഈവനിങ് സബ്മിറ്റ് ചെയ്യേണ്ടിരുന്ന ഫയൽ ഇപ്പൊ തന്നെ സബ്മിറ്റ് ചെയ്യണമെന്ന് മെസ്സേജ് വന്നിരിക്കുന്നു. ഫയൽ റെഡിയല്ലേ? റെഡിയാണ് സർ. നീ പോയി അപ്ലോഡ് ചെയ്യേ. ചെക്കനും പെണ്ണും മുതിർന്നവർക്ക് ദക്ഷിണ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മോതിരമാറ്റം നടത്താം. വർമ്മ സാറേ വരൂ. ഇനി ചെക്കന്റെ അച്ഛനും അമ്മയ്ക്കും കൊടുക്ക. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് മോതിരമാറ്റിലേക്ക് കടക്കാം. ഈശ്വര ഭഗവാനെ. എവിടെ നിശ്ചയമോതിരങ്ങൾ എവിടെ? മോതിരം ബോക്സിലുണ്ടായിരുന്നല്ലോ. യാമിനി, പൂജാമുറിയിൽ വച്ചിരുന്നല്ലേ പറഞ്ഞത്? ഒന്നുകൂടെ പോയി നോക്കിയേ, അവിടെ തന്നെ കാണും. ഇല്ല പ്രതാപേട്ട, ബോക്സിലുള്ളിലാണ് ഞാൻ മോതിരം വെച്ചത്. മോതിരം വാങ്ങിച്ച പിന്നെ ബോക്സിൽ നിന്ന് ഞാൻ പുറത്തെടുത്തിട്ടില്ല. എന്താ യാമിനി ഇത്? ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? സമയത്ത് മോതിരം ഇല്ലാന്ന് പറഞ്ഞ എങ്ങനെയാ? ഇനിയിപ്പോ വേറെ മോതിരം വാങ്ങാനുള്ള സമയമുണ്ടോ നമുക്ക്? അറിയാലോ, ഈ മുഹൂർത്തം കഴിഞ്ഞാ പിന്നെ അടുത്ത 3 മാസം കഴിഞ്ഞേ ഇനി ഒരു മുഹൂർത്തമുള്ളൂ. മോതിരം എവിടെ പോനാ ചേച്ചി? ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. എന്താ പ്രതാപ നീ പറയുന്നേ? യാമിനി പറഞ്ഞത് മോതിരം ബോക്സിനകത്ത് തന്നെ വച്ചെന്നല്ലേ? ആരെങ്കിലും എടുക്കാതെ എങ്ങനെയാ മോതിരം ബോക്സിന്റെ പുറത്തു പോകുന്നത്? ഒരു മോതിരം ആയിരുന്നെങ്കിൽ എവിടെയെങ്കിലും മിസ്സായതാണെന്നെങ്കിലും വിചാരിക്കാം. ഇതിപ്പോ 2 മോതിരങ്ങളും ബോക്സിലില്ല. യാമിനി എടുത്തതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. യാമിനി ഈ കുടുംബത്തിലെ അംഗമല്ലേ? പുറത്തുനിന്ന് വന്നവരാരെങ്കിലും ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.